ഗുഡ് മോർണിംഗ് ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി വിഷു. വിഷു എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് പോകുന്നത് വിഷു കണി കാണുക, അതുപോലെ സദ്യ ഒരുക്കുക, എന്നിട്ട് എല്ലാവരുടെ ഒപ്പം ഇലയൊക്കെ ഇട്ടിട്ട് ആ സദ്യ കഴിക്കുക. പിന്നെ നമ്മൾ വിഷു കൈനീട്ടം മേടിക്കുക, പിന്നെ ആണെങ്കിൽ പടക്കമൊക്കെ പൊട്ടിക്കുക. ഇങ്ങനെയാണല്ലോ നമ്മൾ വിഷുവൊക്കെ ആഘോഷിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ വിഷു ഇന്ന് ഞങ്ങൾ സ്പെഷ്യൽ ആക്കാൻ വേണ്ടി ശരി സദ്യ ഒരുക്കാമെന്ന് വെച്ചു. പിന്നെ വിഷു കൈനീട്ടം പിന്നെ മസ്റ്റാണല്ലോ. അങ്ങനെ ഞങ്ങൾ ക്രാക്കേഴ്സ് പേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ എബികുട്ടനോട് ചോദിച്ചു, എബി മോനെ ക്രാക്കേഴ്സ് മേടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് പേടി, അതുകൊണ്ട് ഞങ്ങൾ ആ പ്ലാൻ ക്യാൻസൽ ചെയ്തു. അങ്ങനെ ഇപ്പോൾ സമയം 6 മണിയായി. ഞാനാണെങ്കിൽ സദ്യയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി. ഇച്ചായനും എബികുട്ടനും ഇച്ചുവും നല്ല ഉറക്കമാണ്. ഇനിയിപ്പോൾ കുട്ടികൾ എണ്ണിക്കുന്നതിന് മുന്നേ ഞാൻ ഫുഡൊക്കെ നേരത്തെ റെഡിയാക്കി വെക്കട്ടെ. അവർ എണ്ണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പണി എൻ്റെ നടക്കില്ല. കുറേയൊക്കെ കറികളെല്ലാം ഞാൻ തലേദിവസം തന്നെ ഉണ്ടാക്കി. ഇഞ്ചുംപുളി, അച്ചാർ, കുമ്പളങ്ങ, മോരുകറി എല്ലാം ഒറ്റ ദിവസം തന്നെ ഉണ്ടാക്കാം. പക്ഷേ കുട്ടികളും കൂടി ഉണ്ടായതുകൊണ്ട് അവരെ മാനേജ് ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ കറികൾ തലേദിവസം തന്നെ ഉണ്ടാക്കി. ഇന്നിട്ടാക്കേണ്ട എല്ലാ കറികളും ഞാൻ ഇന്നലെ തന്നെ എല്ലാം കട്ട് ചെയ്തെല്ലാം വെച്ചു. കട്ട് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് സമയം പോകുന്നത്, അതുകൊണ്ട് ഇന്നലെ തന്നെ എല്ലാം കട്ട് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചിരിക്കുകയാണ്. ഇന്ന് ജസ്റ്റ് കുക്ക് ചെയ്താൽ മാത്രം മതി. സോ ഇച്ചാനും എബികുട്ടനും എണ്ണീറ്റു. ഇച്ചോട്ടൻ നല്ല ഉറക്കുക. സോ എല്ലാവർക്കും ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എബികുട്ടൻ ഹാപ്പി വിഷു പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ ചായ കുടിക്കുക. അങ്ങനെ ഇച്ചൂട്ടന് ഉറങ്ങി എണ്ണീറ്റു. ഇനി അവന് കുറുക്കെല്ലാം കൊടുത്ത് ഇനി ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കി പരിപാടിയെല്ലാം നോക്കേണ്ടത്. എബികുട്ടനാണെങ്കിൽ ഇപ്പം സ്കൂളൊക്കെ ക്ലോസ്ഡ് ആയി. ഇനി 2 മാസത്തെ വെക്കേഷനാണ് അവന്. ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ ഈസ്റ്റർ ആണ്. അപ്പോൾ അത് ആഘോഷിക്കാൻ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈസ്റ്റർ ഈ പ്രാവശ്യം അവിടെയാണ് ഞങ്ങൾ കൂടുന്നത്. അങ്ങനെ നാട്ടിലൊക്കെ പോകുന്നതുകൊണ്ട് ഇച്ചായന് ഹെയറൊക്കെ കട്ട് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഇച്ചായനും എബികുട്ടനും ആണെങ്കിൽ ഹെയർ കട്ട് ചെയ്യാൻ അവർ പോയി. അങ്ങനെ ഫുഡൊക്കെ റെഡിയായി. ഇനി ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ഇച്ചായൻ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഫ്രഷ് ആയി കഴിഞ്ഞ് കാണാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായി. ഇച്ചായനാണെങ്കിൽ ഷർട്ടും മുണ്ടും, കുട്ടികൾക്കും ഷർട്ടും മുണ്ടും ഒക്കെ ഇടിപ്പിച്ചു. ഞാൻ സെറ്റ് സാരി ഉടുത്തു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. ആദ്യം ഞങ്ങൾ വിചാരിച്ചു കുട്ടികൾക്ക് കൊടുക്കാം. ഇച്ചായനാണെങ്കിൽ ഇലയൊക്കെ കുട്ടികൾക്ക് ഇട്ടപ്പം ഇച്ചൂട്ടൻ്റെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾ കാണേണ്ടിയായിരുന്നു. ഇച്ചൂട്ടനാണെങ്കിൽ ഓണത്തിൻ്റെ സമയത്തെ ഇലയിലാണ് ചോറുണ്ടത്. പക്ഷെ അന്ന് അവന് അത്രയ്ക്ക് അറിയുന്ന പ്രായമൊന്നുമല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ എല്ലാം അറിയുന്നുണ്ട്. ഇലയൊക്കെ ഇട്ടപ്പോഴത്തേക്ക് എന്തൊരു പുതിയ സാധനം കണ്ടപ്പോഴത്തേക്ക് അവന് ഭയങ്കര എക്സൈറ്റഡും ഭയങ്കര സന്തോഷമായിരുന്നു അവന്. ഇച്ചായനാണെങ്കിൽ പിന്നെ 2 കുട്ടികളെ ശ്രീകൃഷ്ണനൊക്കെ ആക്കി അവരുടെ ആ കോസ്റ്റ്യൂമൊക്കെ സെറ്റ് ചെയ്ത് അവർ ഇടിപ്പിച്ചു. പക്ഷേ എവിടെ 2 കുട്ടികൾ ഇടുവോ? അവർ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം എടുത്തു. പിന്നെ എങ്ങനെയൊക്കെയോ കഷ്ടിച്ച് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ 2 കുട്ടികൾക്കും ചോറൊക്കെ ഉണ്ടു. എബികുട്ടനാണെങ്കിൽ ബീട്രൂട്ട് പച്ചടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചോറിൻ്റെ കൂടെ നന്നായി മിക്സ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു അവൻ. എന്നിട്ട് അവനാണെങ്കിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് 2ാമതും ചോറും മേടിച്ച് കഴിച്ചു. അത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം ആദ്യം ഞങ്ങൾ താഴെ ഇരിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇച്ചൂട്ടനാണെങ്കിൽ ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല. അവനാണെങ്കിൽ എല്ലാം പിടിച്ച് വലിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ താഴെ ഇരിക്കുന്ന പ്ലാൻ വിട്ടിട്ട് ഇനിയിപ്പം ഞങ്ങൾ ടേബിളിൽ തന്നെ ഇരിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഇപ്പോൾ ഇച്ചൂട്ടനൊക്കെ ആണെങ്കിൽ വാശി പിടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇച്ചായൻ ആദ്യം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇനിയും കഴിച്ചോളാം. ഇന്നത്തെ ആണെങ്കിൽ ക്ലൈമറ്റും ആകെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് വെയിൽ വരുന്നുണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് മഴക്കാറ് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നത്തെ ദിവസം. നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും വിഷു എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ എങ്ങനെയൊക്കെ ആഘോഷിച്ചു? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികളൊക്കെ ഭയങ്കര ടയേർഡായി. എന്നിട്ട് ഞാൻ അവരുടെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തെ തന്നെ 2 കുട്ടികളും കിടന്നുറങ്ങി. അയ്യോ, വിഷു കൈനീട്ടം കൊടുക്കാൻ മറന്നുപോയി. അങ്ങനെ 2 കുട്ടികൾ ഉറങ്ങിയൊക്കെ എണ്ണീറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇച്ചായനാണെങ്കിൽ വിഷു കൈനീട്ടം കൊടുത്തത്. അങ്ങനെ ഇന്നത്തെ ഈ വിഷു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.